ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു KFCയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് KFC എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ നോക്കാം. അത് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പാലിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പൗഡറൊക്കെയാണ് സാധാരണ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് ഉപ്പിട്ട് ചതച്ചെടുത്തതാണ്. അപ്പം നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനീഗർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ KFC ഉണ്ടാക്കുമ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ്റെ പീസസും ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ പീസസ് ആ പാലിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം. ഒരു ഓവർനൈറ്റ് വെച്ച് അത്രയും നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ഈവനിങ്ങിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ തന്നെ ഇത് റെഡിയാക്കി വെക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും അത് ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാനുള്ളത് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചിക്കനിൽ പാലിലെ മിക്സിൽ ഉപ്പിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊടിയിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് തീർച്ചയായും ഓപ്ഷനിലാണ്. വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഒറിഗാനൊക്കെ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ചിക്കൻ്റെ പീസസ് ഈ പാലിൻ്റെ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിയിൽ മുക്കിയതിന് ശേഷം ഇതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ വേണമെങ്കിൽ മുക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് അത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുക. 2 സൈഡും ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ആദ്യം ആ പൊടിയിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ഒരു പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നമ്മളുടെ ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കണം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചിക്കൻ എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഇതുപോലെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് KFC റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്